റീചാർജും ബിൽ പേയ്മെന്റും അതുപോലെ തന്നെ അക്ഷയ സെന്ററിൽ ചെയ്യുന്ന പല പരിപാടികളും നമ്മളുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ചെയ്തു കൊടുത്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തായാലും വിശ്വസിക്കണം. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മേലെ കാർഡിലുണ്ട്, ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുക. നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലൂടെ എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തേക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളില്ല, നേരെ വീഡിയോ കാണാം. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട 4 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ത്രൂ കയറിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഹോം പേജിലോട്ട് വന്നതിന് ശേഷം അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ID പ്രൂഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിടുക. എന്നിട്ട് നിങ്ങൾ ഹെൽപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വാലറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു വാലറ്റിലോട്ട് വന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് ഏത് പാക്കേജ് ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 650 പാക്കേജും ഉണ്ട്, അതുപോലെ 1500 പാക്കേജും ഉണ്ട്. അപ്പൊ അതിൽ ഏത് പാക്കേജ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ വാലറ്റിലോട്ട് ആഡ് ചെയ്യുക. ഇല്ല നാലാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാക്കേജ് കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ലൈഫ് ലോങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് റീചാർജും ബിൽ പേയ്മെന്റും ബാക്കിയുള്ള ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബാക്കി ഇതിനകത്തൊരു ബിസിനസ് മോഡൽ ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം പാക്കേജ് എടുത്തതിന്റെ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ക്യാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾ ടൈം ക്യാഷ് ബാക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതില് നമ്മൾ പ്രീമിയം പാക്കേജ് എടുത്തു വന്നിരിക്കുന്ന മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.5% നമുക്ക് എല്ലാ റീചാർജും നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ ബേസിക് പാക്കേജ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4.5% വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ റീചാർജിലും നിങ്ങൾക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇതില് നമ്മൾ ഈ പാക്കേജ് ഇപ്പൊ നമ്മുടെ കയ്യിലെ ക്യാഷ് അനുസരിച്ച് ഇപ്പോൾ ഒരു 649 പാക്കേജ് ആണ് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ 649 പാക്കേജ് കഴിഞ്ഞിട്ട് ഇപ്പം പ്രീമിയം പാക്കേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബാലൻസും കൂടെ അടച്ചിട്ട് നിങ്ങൾക്ക് പ്രീമിയം പാക്കേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഇതിന്റെ ബെനിഫിറ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഹോം പേജിൽ നമുക്ക് മൊബൈൽ റീചാർജ്, അതുപോലെ തന്നെ പ്രീപെയ്ഡ് മൊബൈൽ റീചാർജ്, DTH റീചാർജ്, ഫാസ്ടാഗിന്റെ പർച്ചേസിങ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ സംഭവങ്ങൾ, ഗ്യാസ് സിലിണ്ടർ, വാട്ടർ ബില്ല്, കേബിൾ TV അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതില് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രീപെയ്ഡ് മൊബൈൽ റീചാർജും കാര്യങ്ങളൊക്കെ തന്നെയാണ്. DTH റീചാർജിന്റെ സംഭവം ഉണ്ട്. അപ്പം അതിലൊക്കെയാണ് നമുക്കിപ്പോൾ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ Paytm വാലറ്റിലൊക്കെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ക്വിക്ക് റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇവരുടെ വാലറ്റിലൂടെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്തിട്ട് വേണം ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വിഡ്രോളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കസ്റ്റമർ സപ്പോർട്ടും അടിപൊളിയാണ്. നമ്മൾ പ്രീമിയം പാക്കേജ് അല്ലെങ്കിൽ ബേസിക് പാക്കേജ് കാര്യങ്ങളൊക്കെ എടുത്തല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് താഴെ വരുന്ന സമയത്ത് നമുക്ക് സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ട്രാവൽ ആൻഡ് ബുക്കിംഗ് അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അഫിലിയേറ്റ് സർവീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, ഇൻകം ടാക്സിന്റെ ഇത്, കാർഡ്, വോട്ടർ കാർഡ്, പാസ്പോർട്ട്, പോസ്റ്റ് ഓഫീസ്, റേഷൻ കാർഡ് എന്ന് വേണ്ട എല്ലാ സംഭവത്തിന്റെയും നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ അക്ഷയ സെന്ററിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിന്റെ പ്രീമിയം പാക്കേജോ അല്ലെങ്കിൽ ബേസിക് പാക്കേജോ എടുത്തതിന് ശേഷം നിങ്ങളൊരു കുഞ്ഞൊരു ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ വെച്ചിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിലോട്ട് എന്ത് ചെയ്യാം, അതിന്റെ കാര്യങ്ങൾ ഇപ്പം 5 രൂപ അല്ലെങ്കിൽ 2 രൂപ ക്യാഷ് ബാക്കിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരാന്നുള്ള രീതിയിൽ പറയാം. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്മാർട്ട് ഫോൺ കാര്യങ്ങളൊക്കെ മന്ത്ലി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ എങ്കിലും റീചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 10-50 ആൾക്കാരുള്ള ഒരു ടീമിനെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് നമുക്ക് ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ബെനിഫിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇനിയിപ്പം
അക്ഷയ സെന്ററിൽ പോയിട്ട് അവർ പല കാര്യങ്ങൾ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പാൻ കാർഡിന് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അവിടെ അക്ഷയ സെന്ററിൽ മേടിക്കുന്ന ഫീന്റെ ഒരു പകുതി ഫീ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ബെനിഫിറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് ഷോപ്പിംഗ് ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു വാലറ്റിലൂടെ വരുന്നതായിരിക്കും. അത് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കേരളത്തിൽ അധികം ആൾക്കാരൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു സംഭവം ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ പരിപാടികളൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കും ഇതിന്റെ രാജാവ്. കാരണം നമുക്ക് അത്യാവശ്യം ഒരു ടീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ റീചാർജ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ക്യാഷും കാര്യങ്ങളൊക്കെ അഫിലിയേറ്റിലൂടെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. കൂടുതലായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം, അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഹൗ ടു ജോയിൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അത് ത്രൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനകത്ത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.